നിനക്കിഷ്ടമല്ലല്ലോ നിന്റെ പപ്പയെ? പപ്പ എനിക്ക് ഇഷ്ടമൊക്കെയാ. എപ്പോഴും ഇങ്ങനെ അടിയുണ്ടാക്കുന്നതാ എനിക്കിഷ്ടമല്ലാത്തത്. അങ്ങനെയെങ്കിൽ എനിക്ക് തന്നേക്ക്, ഞാൻ വളർത്തിക്കോളാം നിന്റെ പപ്പയെ. നോക്കണ്ട, ഞാൻ ശരിക്കും ചോദിച്ചതാ. പകരം എനിക്ക് നിന്റെ മമ്മിയെ തരൂ. എന്നാ നിന്റെ പപ്പയെ കൊണ്ട് എന്റെ മമ്മിയെ കല്യാണം കഴിപ്പിച്ചാലോ? അപ്പൊ നിനക്ക് മമ്മിയും കിട്ടും, എനിക്ക് പപ്പയും കിട്ടും. അതിലും ഭേദം നിന്റെ മമ്മിയെ വല്ല കിണറ്റിലും കെട്ടിത്താഴ്ത്തുന്നതായിരിക്കും. എടാ പോവല്ലേ ശിവാനി, മമ്മി വരുന്നുണ്ട്. താങ്ക് യു മമ്മി. ആദി, നിന്റെ കൂടെ നടന്നിട്ട് ഇവളെന്താ നന്നാവാത്തെ? അതിന് ഞാൻ മോശ? ഒട്ടും മോശമല്ല അല്ലേ ആദി? ആദിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാന്ന് ഇവള് പറഞ്ഞു. കഴിച്ചോക്കിയേ. താങ്ക് യു മമ്മി. യു വെൽക്കം. പാവം, ഈ മമ്മിയെ എന്റെ പപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കാന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അതിനെന്താണ് കുഴപ്പം? നീ ഒന്ന് ആലോചിച്ച്. ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള മമ്മി, പവർഫുൾ ആയിട്ടുള്ള പപ്പ, പിന്നെ നീയും ഞാനും സിബ്ലിങ്സ്. എന്തൊരു ഹാപ്പിയസ്റ്റ് ഫാമിലി ആയിരിക്കും നമ്മൾ. അതോടെ നിന്റെ മമ്മിയുടെ എല്ലാ ഹാപ്പിനെസ്സും പോയി കിട്ടും. അല്ലെങ്കിലും മമ്മിക്ക് എന്ത് ഹാപ്പിനെസ്. ഓരോ വൃത്തികെട്ടവന്മാര് പറയുന്നതും ചെയ്യുന്നതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ടല്ലേ. പ്ലീസ് ഡാ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞേ. നിന്റെ മമ്മിക്ക് എന്റെ പപ്പ ഒരിക്കലും മാച്ച് ആവില്ല. പറഞ്ഞു തീർന്നില്ല, ആളെത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ഡിലീറ്റ് ചെയ്തേക്ക്. മമ്മി, അവിടെ വെച്ച് ആദ്യ പോകുന്നു. മമ്മി, ആദ്യയുടെ പപ്പ വന്നു. ആദ്യം ഇറങ്ങാണെന്ന്. ആദി ബൈ. ആദ്യയുടെ പപ്പ വന്നിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? തലയും കുത്തി നിക്കണോ? തോന്നിയത്. പപ്പ പപ്പ ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ? വാ, കേറിയിട്ട് പോവാം. ഓക്കേ. പപ്പ വേണ്ട, സമയമില്ല, നമുക്കൊരിടത്ത് പോണം. എവിടെ? ഷോപ്പിങ്ങിന്. ഒന്ന് കേറിട്ട് പോയാ പോരെ ഷോപ്പിംഗ്? ഇപ്പൊ കേറി ശരിയാവില്ല. എടാ, ഒരു 5 മിനിറ്റ് മതി. പപ്പ വരുന്നുണ്ടോ? ഒന്ന് വേഗം കേറ്. ശിവനി ബൈ. അപ്പൊ ഞാൻ വേറൊരു ദിവസം വരാം. ശരി പപ്പ. നീ വലിയ മാനേഴ്സിന്റെ ഒക്കെ ആളാണല്ലോ. ആ കുട്ടി വിളിച്ചിട്ട് കേറായിരുന്നതാണോ നിന്റെ മാനേഴ്സ്? അവർക്ക് ഫീൽ ചെയ്യും. എന്റെ പപ്പ, ഇതാണ് പപ്പയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. ശിവാനിയാണോ പപ്പയെ വീട്ടിലേക്ക് വിളിക്കേണ്ടത്? ശിവാനിയുടെ മമ്മിയല്ലേ? പപ്പ വന്നു എന്നറിഞ്ഞിട്ട് ഹായ് പറയാൻ പോലും പുറത്തേക്ക് വന്നില്ലല്ലോ. പിന്നെ നിന്റെ പപ്പ വലഞ്ഞൊരു ചെല്ലുന്നത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതാ എന്റെ കുഴപ്പം. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയില്ല. നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അല്ലെങ്കിൽ ഞാനിന്ന് ഫുള്ളായി പോനെ. നീ എന്താ പോയി കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല മമ്മി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ. എടാ, നീ ആലോചിച്ചോ എന്ത്? നിന്റെ പപ്പയുടെയും എന്റെ മമ്മിയുടെയും കാര്യം? അതിനി ആലോചിക്കാനൊന്നുമില്ല. ഇന്നത്തെ നിന്റെ മമ്മിയുടെ റിയാക്ഷൻ കണ്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ലൈഫിൽ പോയിട്ട് ആ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല മമ്മി എന്റെ പപ്പയെ. നീ പോടാ. ഞാനിപ്പോ മമ്മിയുടെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ മെസ്സേജ് അയക്കുന്നുണ്ട് നിന്റെ പപ്പയ്ക്ക്. ശിവാനി, നീ വേണ്ടതൊന്നും ചെയ്യല്ലേ, കുഴപ്പാവും. ഞാൻ അയച്ചു കഴിഞ്ഞു. നീ പപ്പയുടെ റിയാക്ഷൻ പോയി നോക്ക്. എന്ത് റിയാക്ഷൻ? പപ്പ അത് കാണും മുമ്പ് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ. മമ്മിയുടെ ഫോണിൽ നീ അത് ഡിലീറ്റ് ചെയ്യും. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയി നോക്ക്. ഇതൊക്കെ എന്റെ തലയിലിട്ടിട്ട് എവിടെയാ നീ പോകുന്നത്? എന്റെ വയറിനൊരിളക്കം. അതെന്താ പെട്ടെന്നൊരിളക്കം? എനിക്കെന്താ വയറിളകാൻ പാടില്ലേ? ചേടാ, എനിക്ക് ഈ വീട്ടിൽ വയറിളകാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? അത് കൊള്ളാമല്ലോ.
ഉം. നശിപ്പിച്ച്. ശിവാനി അയ്യോ, ശിവാനി എന്താ മമ്മി? എന്തു പറ്റി? ഞാൻ അപ്പഴേ പറഞ്ഞില്ലല്ലോ വഷളാന്ന്. ഇത് നോക്കിയേ, എന്താ ഇത്? അയാൾ അയച്ച മെസ്സേജ് ഐ എം ഗുഡ് എന്ന്. അയാൾ ഗുഡ് ആയാലും ബാഡ് ആയാലും എനിക്കെന്താ? വൃത്തികെട്ട മനുഷ്യൻ. ഹായ്, എന്തൊരു ഹാൻസം ആണ് പപ്പ. ഇത് കണ്ടിട്ടാ മമ്മി നേരെ വിളിച്ചേ? പപ്പയോ? ഇയാൾ നിന്റെ പപ്പ? അപ്പൊ ആദ്യം മമ്മീന്ന് വിളിക്കുന്നതോ? അവനെ പോലെയാണോ ഇയാള്? അവൻ എന്തൊരു സ്വീറ്റാ. ഇത് തല്ലിപ്പൊളി. രാത്രി കുത്തിരുന്ന് പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കല്ല ഇയാളുടെ പണി. എന്റെ മമ്മി, പപ്പ ഇത് വേറെ ആർക്കെങ്കിലും അയച്ചതോ? പിന്നെ വേറെ ആർക്ക്? ഇത് എനിക്ക് തന്നെ അയച്ചതാ. എനിക്ക് നന്നായി പോയി, ഇങ്ങ് തന്നെ. ഡിലീറ്റ് ചെയ്യാൻ തീരുമല്ലോ. ഇനി അയാൾ മെസ്സേജ് അയച്ചാൽ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യും. ഇങ്ങനെ ഒരു മമ്മി എനിക്ക് എവിടുന്ന് കിട്ടി ഈശ്വര?